Hi guys, അപ്പോൾ നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ലേ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പലർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും ഇന്ന് മുതലാണ് നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ എന്നാണ്. അതായത് നമ്മുടെ ഇന്ന് അതായത് 8-ാം തീയതി എത്ര മണി മുതൽ ജൂലൈ 8 രാവിലെ 10 മണി മുതൽ ജൂലൈ 9 വൈകിട്ട് 4 മണി വരെ സമയപരിധിക്കുള്ളിൽ നടത്തുന്നതാണ് എന്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രകാരമുള്ള വിദ്യാർത്ഥിയുടെ പ്രവേശനം. അതായത് ഇന്നും നാളെയുമായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക. കാരണം ഇനി അധികം 1, 2, 3 ദിവസം ക്ലാസ്സൊക്കെ ഏകദേശമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും ജൂലൈ കഴിയുമ്പോഴേക്കും അഡ്മിഷൻ പരിപാടി മൊത്തം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആകെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇന്നും നാളെയും അല്ലെങ്കിൽ 2 ദിവസം ഇന്നും നാളെയുമായിട്ട് വേഗം എന്ത് ചെയ്യുക പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വളരെ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. എന്തല്ല നിങ്ങൾക്ക് ഇനി എന്താണ് ഈ പറഞ്ഞ ടെമ്പററി പരിപാടികൾ നിന്നില്ല, സ്ഥിരമായിട്ട് അതായത് ഏത് സ്കൂളിലാണ് നിങ്ങൾ കിട്ടിയത് ആ സ്കൂളിൽ സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കുക, അവിടെ തുടർന്ന് പഠിക്കുക എന്നാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യാനുള്ള ഒരു കാര്യം. റെഡി? അപ്പോൾ ഇപ്പോഴും സപ്ലിമെന്ററി അലോട്ട്മെന്റിലും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, എനിക്ക് സപ്ലിമെന്റിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക, എന്താണ് എനിക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കിട്ടാതെ. ഒന്നാമത് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറവുള്ള കാര്യമാണോ, കൃത്യമായിട്ട് എന്താണെന്ന് വിലയിരുത്തുക. ഇനി അടുത്തൊരു സപ്ലിമെന്ററി അല്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരികയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വാക്കൻസീസ് ഇനിയും ഒരുപാട് സീറ്റ് വാക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ നിലവിലെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഗവൺമെന്റ് വിദ്യാഭ്യാസ നമ്മളെ HSCAP സൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇനി എത്ര സീറ്റ് ബാക്കിയുണ്ട്? 2082 വാക്കൻസീസ് ആണ് നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് ഏകദേശം 1900 വാലിഡ് അപ്ലിക്കേഷൻ കൺസിഡർ അലോട്ട്മെന്റ് അല്ലേ ഓൺലൈൻ 1985 ഇതിൽ 1976 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. സീറ്റ് ഫോർ സപ്ലിമെന്ററി ഡിഫറൻ്റ്ലി ഏബിൾഡ് അഡ്ജസ്റ്റിൽ എത്രയാണ്? 3933 ഉണ്ട്. അലോട്ട്മെന്റ് നടത്തിയത് 1851 അല്ലേ. അപ്പോൾ ഇവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ സ്റ്റുഡൻസിനുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സീറ്റ് കാണാൻ സാധിക്കും. പല സീറ്റുകളും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്രയും അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ ഈ സീറ്റുകളൊക്കെ എന്തിലേക്ക് ഈ പറഞ്ഞ അലോട്ട്മെന്റ് അല്ലെങ്കിൽ നോർമൽ അലോട്ട്മെന്റിലേക്ക് മെറിറ്റിലേക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ട്. കാരണം സീറ്റ് എന്തായാലും വെറുതെ ഒഴിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ, കുട്ടികൾക്ക് പഠിക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ കാരണം ഇത്രയും സീറ്റ് ഒഴിവുകൾ ഇവിടെ കാണുന്നതുകൊണ്ട് ആ സീറ്റുകളൊക്കെ അതായത് ഇത്രയും ഇനിയും കുട്ടികളൊന്നും വരാനില്ലെങ്കിൽ ആ സീറ്റുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇതിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം കുട്ടികൾ വെറുതെ ഒരു സീറ്റ് അവിടെ എന്താണ് നമ്മൾ വെറുതെ കളയും. അതുപോലെ മലബാറിലാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കുറവ് സീറ്റിംഗ് കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ മലപ്പുറം അതുപോലെ തന്നെ വയനാട് അല്ലെ. മലപ്പുറം വയനാടാണ്. മലപ്പുറത്ത് വെറും 89 സീറ്റാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ വയനാട് 532 ഇനി പിന്നെ എവിടെയാണ് ഇടുക്കിയിലും 800 സീറ്റുകളുണ്ട്. അപ്പോൾ ഈ മലബാർ ഏരിയയിലെ ഒരു വിഷയം പരിഹരിക്കാനായിട്ട് പ്രത്യേകം മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ അഡീഷണൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന ശുപാർശ ഓൾറെഡി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇതിൻ്റെ എഡ്യൂക്കേഷൻ മന്ത്രിയിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോയിട്ട് തന്നെ വിവരമാണ് ഇന്ന് രാവിലെ പത്രത്തിലും ഇന്നലെയൊക്കെയായിട്ട് കാണാൻ വേണ്ടി സാധിച്ചത്. അവർ പുതിയ അഡീഷണൽ ബാച്ചുകൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആരും ടെൻഷൻ അടിക്കേണ്ട, 1-2 ആഴ്ച കഴിഞ്ഞാലും നിങ്ങൾക്ക് സീറ്റ് അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ക്ഷമയോടെ നിങ്ങൾ എന്ത് ചെയ്യുക കാത്തിരിക്കുക. റെഡി? അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ സീറ്റ് ഇനിയും എന്തുണ്ട് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സീറ്റുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ സെക്കൻഡ് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുമെന്ന് പ്രതീക്ഷ നമുക്ക് കാത്തിരിക്കാം. ഇതെല്ലാം വന്നതിന് ശേഷമായിരിക്കും ട്രാൻസ്ഫറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകളുണ്ട് കടിച്ച് തൂങ്ങിയിരിക്കുന്ന വെച്ചാൽ എനിക്ക് ഈ സ്കൂളിൽ പഠിക്കണം, എനിക്ക് വേറെ മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സീറ്റ് സ്കൂളിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതെ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ വളരെ സേഫ് സോണിലാണ്. ഇനി സ്കൂൾ മാറാം, നിങ്ങൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ സ്കൂൾ മാറണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഈ പറയപ്പെടുന്ന നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ട്രാൻസ്ഫറാണ്. എല്ലാം വരും, നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ എന്ത് ചെയ്യുക കാത്തിരിക്കുക. റെഡി? അപ്പോൾ ഇത് കിട്ടിയ ആളുകൾക്ക് നാളെ വൈകുന്നേരം വരെ സമയമുള്ള കൃത്യമായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ ബോണസ് പോയിന്റ് കാണിക്കുന്നത് നിങ്ങൾ ടിക്കറ്റ് അത് കാണിക്കുക, നിങ്ങളുടെ TC ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീസ് അടക്കം പൈസ കയ്യിലെടുത്ത് പോകണം. ഓക്കെ, പൈസ കയ്യിലെടുത്തിട്ട് കൃത്യമായി അവിടെ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പോവാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിരിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പോൾ കിട്ടാത്ത ആളുകൾ എന്താണ് കിട്ടാത്ത റീസൺ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം അതിനുള്ള പരിഹാരം കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നമ്മുടെ ഡൗട്ട് ലൈൻസിലേക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്ത്. സോ മക്കളെ ബൈ, താങ്ക് യു.